അയില, മത്തി, ചൂര, ചാള, കിളിമീൻ. അപ്പോൾ ഇന്ന് നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്നത് അയിലയാണ് കേട്ടോ. അയില അവർക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ. മത്തിയൊന്നും വലിയ താല്പര്യമില്ല, അയില ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അയില കൂട്ടിയിട്ട് ചോറുണ്ണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഞാൻ പച്ചക്കാണ് കൊടുക്കാൻ പോണത്. വേറെ ഒന്നുമില്ല, ഇന്ന് ഏകാദശി ആയത് കാരണം കൊണ്ട് ഞാനിന്ന് മീൻ വേവിക്കണില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വേണ്ടേ വേവിക്കാനും കൊടുക്കാനൊക്കെ. അപ്പോൾ ഇങ്ങനെ പച്ചയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അയിലതാ 3-4 വട്ടമൊക്കെ കഴുകി നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നായക്കുട്ടി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നായക്കുട്ടിക്ക് ഒരു വലിയൊരു അയില നോക്കി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാ ബാക്കി നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് കുറച്ച് പേരുള്ളത് അതുകൊണ്ട് ഭയങ്കര സുഭിക്ഷമാണ് കേട്ടോ. മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ 3-4 ദിവസമൊക്കെ, 1 കിലോ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ 3 ദിവസമൊക്കെ നിൽക്കുന്നുണ്ട്. മുമ്പ് കുറേ പൂച്ചക്കുട്ടികളുണ്ടായിരുന്നപ്പോൾ അത്രയൊന്നും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വാങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകണ വരെ നല്ല സുഭിക്ഷമായിട്ട് ഉറങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ പറഞ്ഞയച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ നോക്കാതെ ഇരുന്നിട്ടില്ല, നല്ലോണം നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പൂച്ചക്കുട്ടികളായാലും നമ്മുടെ മക്കളായാലൊക്കെ വയറ് നിറച്ച് ഫുഡ് കൊടുക്കണം, അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കൊടുക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഞാൻ മുകളിൽ വന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുകളിൽ ഇരുന്ന് കൊടുക്കണം കേട്ടോ. നോക്കുമ്പോൾ ഇവർ കിടക്കണ സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ പായ അതെന്തൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വെച്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും താഴത്തേക്ക് തന്നെ പോയി. അപ്പോൾ നമ്മുടെ മുകളിൽ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരുപാട് പൂച്ചക്കുട്ടികൾ വളർന്നൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ അവിടെയാണ് അടച്ചിട്ടിട്ട്, രാത്രിയൊക്കെ അടച്ചിട്ടിട്ട് പൂച്ചക്കുട്ടികളെ പകലൊക്കെ തുറന്നു വിട്ടിട്ട് അവിടെയാണ് കേട്ടോ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് നമ്മുടെ പൂച്ചക്കുട്ടികൾക്കൊക്കെ മീൻ കൊടുക്കുകയാണ്. അപ്പോൾ ബൊമ്മിക്കുട്ടിക്ക് മാത്രം മീൻ കൊടുക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ എത്ര പൊക്കി പിടിച്ചാലും നമ്മുടെ കൈ മാന്താതെ അവളത് വാങ്ങിക്കും. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ കൈയിൻ്റെ പണി കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നഖമൊക്കെ കൊണ്ടിട്ട് എൻ്റെ ഒരു വിരലൊക്കെ പഴുത്തിട്ട് സർജറിയൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഇവർക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഓരോരുത്തരുടെ സ്വഭാവം അറിയാം, അതിനനുസരിച്ച് നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ കുറിഞ്ഞി ഒരു വലിയ അയിലും കൊണ്ട് അങ്ങോട്ട് ബാക്കിൽ പോയിട്ട് സമാധാനമായിട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. കണ്ടോ ബൊമ്മിക്കുട്ടി വാങ്ങുന്നത് കണ്ടോ. ബൊമ്മിക്കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ നഖമൊന്നും കൊള്ളിക്കാതെ വാങ്ങിക്കട്ടോ. അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അപ്പോൾ ഇതാ ചമ്പിക്കുട്ടിക്കും കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഒരു 4 അയില വെച്ച് കൊടുത്തു. നമ്മുടെ ബബിളിക്കുട്ടിന് ഒരു അയിലേനെ മുറിച്ച് ചെറുതാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നായക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഒരു അയില കഴിച്ചിട്ട് പോയി എന്താവാനാ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ട് എനിക്ക് കുറച്ച് കട്ട തൈരും ഒരു പപ്പടം കാച്ചിയതും കൂടി കുട്ടി കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്താൽ കഴിക്കും കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാ ഒരു ഇലയൊക്കെ കയറിയിട്ട് അതിലേക്ക് നമ്മൾ ചോറ് വെച്ച് കൊടുത്തു. ആളതാ നല്ല മണക്കുന്നതിനെ കഴിക്കുന്നുണ്ട് കേട്ടോ. തൈരൊക്കെ അല്ലേ. അപ്പോൾ ഇതാ പ്ലേറ്റ് കഴിഞ്ഞു ഞാൻ കാണിച്ചപ്പോൾ അവൻ വിചാരിച്ചു അവൻ എന്തോ ചെയ്യാനാണെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യാനല്ലടാ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ വീണ്ടും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടണത് കേട്ടോ. സംഭവം ഞാൻ 5 വർഷമായിട്ടുണ്ട് നമ്മുടെ പൂച്ചക്കുട്ടികളെ ഇങ്ങനെ നോക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്കിപ്പോൾ തോന്നി എല്ലാവരിലേക്കും അത് എത്തിക്കണം എന്ന് തോന്നി. എത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, എന്തായാലും നോക്കാം.